സഹോദരാ, നീ നിന്റെ പാൻസിന്റെ നീളം കുറക്കണമെന്ന് ഇന്നലെ പറഞ്ഞത്, പ്രസിദ്ധീകരണങ്ങളുമായിട്ടുള്ള അടുപ്പം കുറക്കണമെന്ന് പറഞ്ഞത്, അശ്ലീലതയോട് നീ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞത്, ഇതൊക്കെ ഇത് വെച്ചിട്ടാണ്. എന്നിട്ടും നമുക്ക് ബോധം വരുന്നില്ലെങ്കിൽ എന്താ നമ്മളെപ്പറ്റി പറയേണ്ടത്? ഇത്രയും ശക്തമായ വാക്കുകൾ കേട്ടിട്ട് ഇനി നമുക്ക് സഹിക്കാൻ കഴിയോ? സഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ജലം, ഈ ചുടുജലം പാനം ചെയ്യേണ്ടത്, കുടിക്കേണ്ടത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയാ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ്. അവർക്കവിടെ കിട്ടൂല ഇല്ലാ മിൻ ദരീഅ്, കള്ളിമുള്ളല്ലാത്ത ഭക്ഷണം കിട്ടൂല. എന്താണത്? ഇത് തന്നെയാണ് സഖൂം എന്ന് പറഞ്ഞത്, ഇത് തന്നെയാണ് ഗിസ്രീൻ എന്ന് പറഞ്ഞത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്, എല്ലാം ഒന്നു തന്നെയാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതാവട്ടെ, ഇതിന്റെ സ്വഭാവം എന്താണ്? നരകത്തിൽ മുളച്ചു പൊങ്ങുന്ന കള്ളിമുള്ള് എന്ന് പറഞ്ഞാൽ അതൊരു കായയല്ല. കള്ളിമുള്ള് എന്ന് പറഞ്ഞാൽ അതൊരു പഴല്ല, ഉരുട്ടി വിഴുങ്ങാൻ പറ്റിയ പഴല്ല. പിന്നെ എന്താണിത്? പഴത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പറഞ്ഞത് മുള്ളുകളാണ്. മുള്ളുചെടിയാണ്, ഒരു തരം നബിത്താണ്, ഒരു തരം സസ്യമാണ് മുള്ളിൻ ചെടി. അത് സങ്കീർണമായ മുള്ളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും സങ്കീർണമായി വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന മുള്ളുകളാണ്. അത് കടിക്കുന്ന സമയത്ത് ചൂടുകൊണ്ടത് കടിക്കാൻ കഴിയൂല. എന്നാ തിന്നണോ? തിന്നണം. കാരണം അതുവരെ അദാബാണ്, അതുകൊണ്ട് തിന്നാതിരിക്കാൻ പറ്റൂല. തീറ്റിപ്പിക്കൂ അല്ലാഹു. അങ്ങനെ അതങ്ങോട്ട് തിന്ന് വല്ലാതെ തൊണ്ടയിൽ കെട്ടി ഒരു കഷ്ണം അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തിന്നാൽ മതിയോ? അതൊന്നും പോരാ. അതൊരു കഷ്ണം അങ്ങോട്ട് തിന്നുമ്പോഴേക്ക് അതാ പൊള്ളുന്നു, അണ്ണാക്ക് തകരുന്നു, ചങ്ക് പൊട്ടുന്നു, എല്ലാ നിലക്കും വിഷമിച്ചു പോയി. എന്നാൽ ഒരു മുള്ള് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തിന്ന്, പടച്ചോനെ ഒരു കമ്പ് ഞാൻ തിന്നല്ലോ, ഇനി എന്നോട് പറയരുത് എന്ന് പറയാൻ പറ്റോ? ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. നിങ്ങൾ സഖൂം വൃക്ഷം തിന്നണം. എങ്ങനെ തിന്നണം? തിന്നാൽ പോരാ. ഫമാലിഊന മിൻഹൽ ബുതൂൻ. അത് പറ്റൂല. വയറ് നിറയെ തിന്നണം, പള്ളറച്ച് തിന്നണം. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയേണ്ടി വരും, അപ്പോഴേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പള്ളറച്ച് തിന്നേണ്ടി വരും. ഒന്നും രണ്ടും കമ്പ് തിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. പള്ള നിറയെ തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ. അങ്ങനെ ഇത് തിന്ന് വിഷമിക്കുമ്പോ, നരകത്തിലെ തീയിൽ കിടന്ന് കത്തുമ്പോ, അപ്പ അവൻ ചോദിക്കുന്നത്, പടച്ചോനെ കുറച്ച് വെള്ളം തരുമോ? അവർ സഹായം അഭ്യർത്ഥിച്ചാൽ, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, മുഖങ്ങളെ വികൃതമാക്കുന്ന ടാറുരുക്കിയതുപോലെയുള്ള ഒരു തരം ചുടുജലം അവർക്ക് കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാര്യം നമ്മെ ഉണർത്തിയില്ലേ? ഇങ്ങനെ എത്ര 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 സംഭവങ്ങള്. സഹോദരാ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിൽ തട്ടി ചിന്തിക്കണം. എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. അങ്ങനെ ആ വെള്ളം കിട്ടുന്നത് അപ്പോഴാ അതിന്റെ കടുപ്പം നമ്മൾ കേട്ടും ചെയ്തു. അതിന്റെ കടുപ്പം കേട്ടു. ഇതാണ് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞത്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞത് ഇതാണ്: യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. തീജ്വാലയുടെയും അതുപോലെ തന്നെ തിളച്ചു മറിയുന്ന വെള്ളത്തിന്റെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും അവൻ. തീയിൽ നിന്ന് വിട്ടാ വെള്ളത്തിൽ, വെള്ളത്തിൽ നിന്ന് വിട്ടാ തീയിൽ. തീയിൽ നിൽക്കുമ്പോ തോന്നുന്നു, ഇത് സഹിക്കാൻ വയ്യ, വെള്ളം കിട്ടുമോ? അപ്പൊ അവിടെ വെള്ളം ഇങ്ങനെ തിളച്ചു പറയാ, അപ്പൊ അങ്ങോട്ട് ചെല്ലുന്നു. വെള്ളത്തിൽ നിന്ന് ഇത് തീരെ സഹിച്ചൂടെ, തീയിലേക്ക്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പ്രതീക്ഷ നഷ്ടപ്പെടാതെ അക്കരെ പച്ചയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. പടച്ചോനെ, സാധുക്കളായി ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ഇത്തരം ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കരുതല്ലാ. ഇത്തരം ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതല്ലാ. ഇനി ഇത് പറയാൻ നിന്നാൽ ഇങ്ങനെ അങ്ങ് പറയാം, ധാരാളം പറയാം. പക്ഷെ ഇതിലേറെ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ മാത്രം ഇത് തന്നെ ആയിട്ടുണ്ടാവും.
ആ താഴെ ഭാഗത്ത് വിശുദ്ധ ഖുർആൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചത് കൊണ്ട് താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എപ്പോഴും ചർച്ച ചെയ്തു വരുന്ന ഇത്തരം പൊള്ളുന്ന വചനങ്ങൾ അത് മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനത് ചർച്ച ചെയ്യാതിരിക്കുന്നത് സമയദൈർഘ്യം ഭയന്നുകൊണ്ടാണ് ചർച്ച ചെയ്യാതിരിക്കുന്നത്. ഈ നരകത്തിൽ കടക്കുന്ന കുറെ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കുറച്ച് മോഡലുകൾ കിട്ടിയാൽ നമ്മുടെ ജീവിതവും അതുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാലോ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ, ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഖുർആനില് ഈ തരത്തിലുള്ള വചനങ്ങള്. അപ്പോൾ നമ്മൾ എത്തി നിന്നത് എവിടെയായിരുന്നു? وجوه يوم تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. അതും കൂടെ പറയാൻ, لا يسمن ولا يغني من جوع. എന്താ ഭക്ഷണത്തിന്റെ പ്രത്യേകത? അത് തടിക്ക് പിടിക്കൂല. വലാ യുഗ്നി മിൻ ജൂഅ്, അതുകൊണ്ട് വിശപ്പകറ്റാൻ കഴിയൂല. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ 3-4 ലക്ഷ്യം ഉണ്ടാവുന്ന. ഒന്നിരിക്കൽ ഭക്ഷണം കഴിക്കുന്നത് ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടി. അത് തിന്നാ വയറ് നിറയൂല, തടിക്ക് വലിയ മെച്ചമുള്ള സാധനമായിട്ടുമല്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. ഏതുപോലെ? ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് എടുക്കാം. കടല കുറിക്കുന്നത്. ഒരാൾ ഇങ്ങനെ കടല കുറിച്ചുകൊണ്ടിരിക്കുക, അല്ലെ ചോളാപ്പൊരി തിന്നുകൊണ്ടിരിക്കുക. അയാളോട് ചോദിക്കുക, എന്താ നിങ്ങൾ ഇങ്ങനെ കടല കുറിക്കുന്നത്, ചോളാപ്പൊരി തിന്നുന്നു? ഞാൻ വിശന്നിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടേ വിചാരിച്ച. അങ്ങനെ പറയൂല. വിശക്കുന്നതിന് ചോളാപ്പൊരി തിന്നൂല. പിന്നെന്താ? അത് തിന്നാൻ ഇങ്ങനെ ഒരു രസം, അത് തടിക്ക് ഇത്ര ഉപകാരമുള്ളൊരു സാധനമാണെന്ന് കരുതിയിട്ടുമല്ല. ഇനി വേറെ ഒന്നുണ്ട്, അത് സ്വാദ് വേണമെന്നൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും വേണ്ട, എന്തുണ്ടായാൽ മതി, അത് വയറ് നിറയാൻ വേണ്ടി കഴിക്കും. ഉദാഹരണം, പച്ച വറ്റ് വിഴുങ്ങും മനുഷ്യൻ, നല്ലോണം വിശന്നാലും. എന്തേ? എങ്ങനെയെങ്കിലും ഒരു കൂട്ടാനില്ലാതെ നീ ചോറ് കഴിക്കുന്നത്, എങ്ങനെയെങ്കിലും വിശപ്പ് നടങ്ങണ്ടേ, അപ്പൊ വാരി തിന്നു തന്നെയാണ്. അപ്പൊ അവിടെ സ്വാദൊന്നും പ്രശ്നമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും നല്ല കൂട്ടാൻ, നല്ല വിശപ്പ് നല്ല വിശപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ടേസ്റ്റ് നോക്കൂല, എങ്ങനെയെങ്കിലും അത് വാരി അകത്താക്കാൻ വേണ്ടി നോക്കും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ. അത് തിന്നാൻ വല്ല രസമുണ്ടോ? ഇല്ല. എന്നാ തിന്നിട്ട് വയറ് നിറയോ? ഇല്ല. പിന്നെന്തിനാ ഇത്ര ബുദ്ധിമുട്ടായി? തിന്നാനാണെങ്കിൽ സ്വാദ് തീരെയില്ലാത്ത സാധനം. ഇപ്പൊ കഷായം കുടിക്കുന്ന എന്താ ആലോചിച്ചു? കഷായം കുടിക്കുന്ന ആളോട് ഈ എന്തിനാ അത് കുടിക്കുന്നത് വെച്ചാ, ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാന്ന് പറയില്ലല്ലോ. ടേസ്റ്റ് കൊണ്ടല്ല കഷായം കുടിക്കുന്നത്. പിന്നെന്തിനാ നീ കഷായം കുടിക്കുന്നത്? വയറ് നിറയാൻ. അതും പറയൂല. അവിടെ എന്താ പ്രശ്നം? യുസ്മിനു എന്നതാണ്. ഇത് അകത്തേക്ക് ചെന്നാൽ തടിക്ക് മെച്ചമുള്ള സാധനം. അതിനാണ് ഔഷധങ്ങളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും മരുന്നുകൾ. ഈ 3-4 രൂപത്തിലാണ് നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കാറുള്ളതെങ്കിൽ നരകത്തിലെ ഭക്ഷണത്തിന് ഈ പ്രത്യേകതയൊന്നുമില്ല. ലാ യുസ്മിനു, തടിക്കൊട്ടും ഗുണകരല്ല, കൂടുതൽ ശോഷിക്കേ ഉള്ളൂ. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പടങ്ങോ? തിന്നും തോറും വിശപ്പ് കൂടുകയായിരിക്കും, തിന്നും തോറും വിശപ്പ് കൂടുകയായിരിക്കും. വലാ യുഗ്നി മിൻ ജൂഅ്, ടേസ്റ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കറ്റുവായ നീരിനേക്കാൾ കഴിക്കുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതും കൂടെ ഉൾക്കൊള്ളുക. എന്റെ സുഹൃത്തുക്കളെ, ഈ നരകം എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയോ? ഈ നരക പരാമർശമുള്ള ആയത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ മട്ടിലാ ഇതൊക്കെ പാരായണം ചെയ്യുന്നത്. ഇതൊന്നും പറ്റൂല. ഗൗരവത്തിന്റെ വായന വായിക്കാൻ കഴിയണം. ഇതൊക്കെ ഗൗരവമുള്ള വായന വായിക്കാൻ കഴിയണം. എങ്കിലേ എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ പറ്റൂ. എന്റെ സഹോദരന്മാരെ, നോക്ക്, നിങ്ങൾ എത്രയോ മഹാന്മാരുടെ സംഭവങ്ങൾ പറയാനുണ്ട്. അവരിങ്ങനെ ഇത്തരം നരക പരാമർശങ്ങളൊക്കെ കേട്ടപ്പോ സൂറത്തുൽ വാഖിയയിലെ കടുപ്പം നമ്മൾ കേട്ടു, സൂറത്തുൽ മുർസലാത്തിയിലെ ഗൗരവം നമ്മൾ കേട്ടു. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് വല്ല കുലുക്കവുമുണ്ടോ? ഇല്ല, ഇല്ല. എന്നാലോ മുൻഗാമികൾ പലരും ഇതൊക്കെ ഓതിയിട്ട് ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ മറന്നുപോയിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ മറന്നുപോയിട്ടുണ്ട്, എന്തേ ഞാൻ തിന്നത് എന്ന് ഓർമ്മയില്ലാത്തവരുണ്ടായിട്ടുണ്ട്. എത്ര ബേജാറോടെയായിരുന്നു ഈ വചനങ്ങളെല്ലാം, നരകപരാമർശമുള്ള വചനങ്ങളെല്ലാം അവർ പാരായണം ചെയ്തിരുന്നത്. വളരെ ബേജാറോടുകൂടെയായിരുന്നു ആ പാരായണം. അതാ തീർച്ചയായിട്ടും
ഉറക്കം തൂങ്ങിയുള്ള വായനയല്ല, പാരായണമല്ല, ഗൗരവമേറിയ വായനയാണ് നടത്തിയത്. മനസ്സ് നിറഞ്ഞുള്ള പാരായണമാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ്, ഓക്കെ ഉസ്താദ് എല്ലാവർക്കും അറിയാം, നവ്വറല്ലാഹു മർഖദ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ താങ്ങും തണലുമായിരുന്ന, പ്രസ്ഥാന നേതാക്കന്മാരുടെ താങ്ങും തണലുമായിരുന്ന ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്, കേരളത്തിലെ ആത്മീയ രംഗത്തെ പ്രൗഢമായ സാന്നിധ്യമായിരുന്ന, പണ്ഡിത തറവാട്ടിലെ കാരണവരായിരുന്ന അദ്ദേഹം എന്നും സുബഹിക്ക് 3 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നത്രേ. മഹാനവറുകളെ കണ്ടനുഭവിച്ചവർ പറയുന്നു, 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഖുർആൻ അങ്ങനെ ഓതും. എന്നിട്ട് നരക പരാമർശമുള്ള ആയത്തുകൾ ഓതുമ്പോ അവിടുത്തെ ആ വലിയ താടിയിലൂടെ കണ്ണുനീരങ്ങനെ ഉറ്റുവീഴുമായിരുന്നു. സുഹൃത്തെ, നമ്മുടെ സമകാലികരുടെ കഥയാണിത്. നമ്മുടെയൊക്കെ കാലത്ത് ജീവിച്ച മഹാന്മാരുടെ കഥയാണിത്. നമുക്കുണ്ടോ ഇത്തരം വല്ല കുലുക്കവും? ഒരനക്കം നമ്മൾ പേടിക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, ലാ തറന്നാറ ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ല. പടച്ചവനെ പേടിച്ച് കരഞ്ഞ കണ്ണ് ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല. ലാ തറന്നാറ, നരകം കാണൂല. ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ല, അല്ലാഹനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നരകം കാണൂല. വലായിനും സഹിറത്ത് ഫീ സബീലില്ല, അല്ലാഹന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണും, ദീനിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിൽ ഉറക്കൊഴിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അല്ലാഹന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണ്. എത്രയോ സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണ്. എത്രയോ ക്യാമ്പുകളിൽ, ആത്മീയ ക്യാമ്പുകളിൽ 12 മണിക്കും 1 മണിക്കുമൊക്കെ അതാ ആത്മീയ ക്ലാസുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞ അനുഭവം ഇവിടെ ഇരിക്കുന്ന സംഘടനാ പ്രവർത്തകർക്ക് പലർക്കും ഉണ്ടാകും. അതേ, അർദ്ധരാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്നത് നഷ്ടപ്പെടൂല. ഒരിക്കലും നമ്മുടെ ക്യാമ്പുകളില് ഒരാലിമിനെ തറപറ്റിക്കലല്ലോ നമ്മുടെ പടി. നമ്മുടെ ക്യാമ്പുകളില് ഒരാളെ പറ്റി പറയാൻ പറ്റാത്ത ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടാക്കുക, എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിനെ വളർത്തുക എന്ന ചിന്തയല്ലേ അവിടെ നടന്നത്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണ് അത് നരകത്തിൽ കടക്കുകയില്ല. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയാണ്, മാലിക് ഇബ്നു ദീനാറിനെ കേൾക്കാത്തവരില്ലല്ലോ. വഅല മാലിക് ഇബ്നു ദീനാരിൻ യൗമൻ ഫതകല്ലമ. മാലിക് ഇബ്നു ദീനാർ ഒരു ദിവസം പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തി. അങ്ങനെ സംസാരിച്ചു വരുമ്പോ ഫബകാ ഹൗശബ്, ഹൗശബ് എന്ന് പറയുന്ന മഹാൻ സദസ്സിലുണ്ടായിരുന്നു. അയാള് പൊട്ടി അങ്ങ് കരഞ്ഞു, പൊട്ടി അങ്ങ് കരഞ്ഞു. ഫളറബ മാലികും ബിയദിഹി അലാ മങ്കിബിഹി. സദസ്സിലിരുന്ന് ഹൗശബ് എന്ന ശ്രോതാവ് കരയുന്നത് കണ്ടപ്പോ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് താൻ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങ് ചെന്നിട്ട് ഹൗശബിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടി. ഫളറബ മാലികും ബിയദിഹി അലാ മങ്കിബിഹി, ചുമലിൽ ഇങ്ങനെ കൊട്ടിയിട്ട് വഖാല, എന്നിട്ട് പറഞ്ഞു, ഇബ്കിയാ ബാബിശർ, ഇബ്കിയാ ബാബിശർ, ഇബ്കിയാ ബാബിശർ, ഇനിയും കരഞ്ഞൂടാ അബൂബിശ്രേ, ഇനിയും കരഞ്ഞൂടാ അബൂബിശ്രേ എന്ന് പറയുകയാണ്. അബൂബിശ്ർ ഹൗശബിന്റെ ഓമന പേരാണ്. ബിശ്ർ എന്ന മോനുള്ളത് കൊണ്ട് കിട്ടിയ പേരാ. അബൂബിശ്രേ, കരയടാ, ഇനിയും കരയ്. നരകം കേട്ടിട്ടല്ലേ കരയുന്നത്? കാരണം ഞാൻ നിന്നോട് കരയാൻ ഇങ്ങനെ നിർബന്ധിക്കാൻ കാരണം, ഫഇന്നഹു ബലഗനീ അന്നൽ അബ്ദ, തീർച്ചയായിട്ടും എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അന്നൽ അബ്ദ ലാ യസാലു യബ്കീ, ഒരടിമ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഹത്താ യർഹമഹു സയ്യിദുഹു, ആ കണ്ണീര് കാണുമ്പോ അവന്റെ യജമാനൻ അവനോട് കരുണ കാണിക്കാതിരിക്കില്ല. ഇതെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കരയ് ഹൗശബേ, കരയ് ഹൗശബേ. ഫയുഅ്തിഖഹു മിനന്നാർ, അങ്ങനെ അല്ലാഹു അവനെ നരകത്തെ തൊട്ട് തുക്ക് ചെല്ലുന്നതാണ്. ഫയുഅ്തിഖഹു മിനന്നാർ. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഹസൻ, എനിക്ക് ആഖിറം സലാമത്താകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ എന്ന് ചോദിച്ചു. ആഖിറം സലാമത്താകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, റത്തിബ് ലിസാനക ബിദിക്രില്ലാ,
അള്ളാഹുവിന് ദിക്റ് ചൊല്ലിയിട്ട് നിന്റെ നാവിനെ നീ എപ്പോഴും ഈർപ്പമുള്ളതാക്കണം. റത്തിബ് ലിസാനക, നിന്റെ നാവ് നീ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക. നിന്റെ നാവ് ഉണങ്ങാതെ കാത്തു സൂക്ഷിക്കുക. നാവ് എപ്പോഴും നനക്കുക. ദിക്റില്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നാവ് അങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കും. കുറെ നേരം വായും പൊളിച്ചിരുന്നാൽ വായൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും. റത്തിബ് ലിസാനക ബിദിക്രില്ല, അല്ലാഹുവിന് ദിക്റ് ചൊല്ലിയിട്ട് നാവ് നനച്ചോ. വനത്തി ജുഫൂനക, നിന്റെ കൺപോളകളെ നീ നനക്കണം. വനത്തി ജുഫൂനക, നിന്റെ കൺപോളകളെ നീ നനക്കണം. ബിദ്ദുമൂൾ, കണ്ണുനീരുകൊണ്ട് കൺപോളകളെ നീ നനക്കണം, സജലമാക്കണം. വനത്തി ജുഫൂനക ബിദ്ദുമൂൾ മിൻ ഖശിയതിഹി, പടച്ചോനെ പേടിച്ചിട്ട്. ഇങ്ങനെയാണെങ്കിൽ നീ ആരോടെന്ത് ഖൈർ ചോദിച്ചാലും അത് കിട്ടാതെ പോകില്ല. സഹോദരന്മാരെ, ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. ഓരോന്നോരോന്ന് പറയുമ്പോഴേക്ക് നമുക്ക് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ കൂടുതലായ ആ വിഷയം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് കരഞ്ഞിരുന്നു. നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് ഖുർആൻ ഓതാൻ പറയുകയും എന്നിട്ട് ആ ഖുർആനോത്ത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു എന്ന് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന സംഭവമാണല്ലോ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ ഫാലത് ഐനാ. ആ വാക്ക് ഓതിയപ്പോൾ ഫാലത് ഐനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലൊഴുകി, കണ്ണീർ പൊടൊഴുകി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കരഞ്ഞോ, കരഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ദാ ഈ സദസ്സിൽ ഇന്ന് ധാരാളം ആളുകൾ, ഞാൻ നേരത്തെ നരകത്തിന്റെ ഗൗരവം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ കണ്ണീര് തുടച്ചു. സുഹൃത്തുക്കളെ, നോമ്പ് നോറ്റാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കൂടിയത് എത്ര ദിവസം കൂടി, പറഞ്ഞതൊക്കെ അല്ലാഹുവിന്റെ വചനങ്ങൾ. ആ കണ്ണീര് ഇൻഷാ അല്ലാഹ് നമുക്ക് ഫലപ്പെടും. എന്തുകൊണ്ട് ഫലപ്പെടും? സദസ്സിൽ ഒരാൾ കരഞ്ഞാൽ അത് കാരണം മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹം കിട്ടും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സവാദത്ത് ഇബ്നു അബിൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു ശഹ്റ ഇബ്നു ഹൗശബ്, നേരത്തെ മാലിക് ഇബ്നു ദീനാറിന്റെ പ്രസംഗം കേട്ട് കരഞ്ഞ ഹൗശബിന്റെ മകൻ ശഹ്ർ, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗ അന്ന അബ്ദൻ ബകാ, ഒരടിമ കരഞ്ഞാൽ ഫീ മലഇൻ മിനന്നാസ്, ഒരു പ്രൗഢമായ സദസ്സിൽ വെച്ചിട്ട് ഒരടിമ കരയുകയാണ് എങ്കിൽ ലറുഹിമു ജമീഅ, എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടും. ബിബുകാഇഹി, അദ്ദേഹത്തിന്റെ കണ്ണീര് കാരണമായിട്ട്. എത്ര പേര് കരഞ്ഞു ഈ സദസ്സിൽ? ധാരാളം ആളുകൾ നേരത്തെ ആ നരകത്തിന്റെ തീജ്വാലകളെ കുറിച്ച് പറഞ്ഞപ്പോ, തീപ്പൊരികളെ കുറിച്ച് പറഞ്ഞപ്പോൾ, പോത്ത് വെള്ളം കുടിക്കും പോലെ, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ധാരാളം ആളുകൾ കരഞ്ഞുപോയി. നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ഒരൊറ്റ ആള് കരഞ്ഞാൽ രക്ഷപ്പെടും. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ സഈദ് സിറാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ്സിലാണ്. അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നരകത്തെ കുറിച്ച് പരാമർശിച്ചപ്പോ ഫന്തഹബ റജുൽ, ഒരു മനുഷ്യൻ തേങ്ങി തേങ്ങി അങ്ങ് കരഞ്ഞു. ഫന്തഹബ റജുലുൻ, ഒരു മനുഷ്യൻ തേങ്ങലടിച്ച് കരഞ്ഞു. മിൻ നാഹിയത്തിൽ മജ്ലിസി, മജ്ലിസിന്റെ ഒരു മൂലയിൽ നിന്ന്, ഒരു ഭാഗത്ത് നിന്ന്, ഒരോരത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫഖാലൽ ഹസനു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു കരയുന്നയാളെ ചൂണ്ടിയിട്ട് പറയുകയാണ്, അയ്യുഹൽ ബാക്കി ഉസ്തുദ് ഉസ്തുദ് ഉസ്തുദ്, കരയുന്ന കൂട്ടുകാരാ, ഉസ്തുദ്, പൊട്ടിക്കരയടാ 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 എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് പറഞ്ഞു. എന്തേ കാരണം? ഒരൊറ്റ മനുഷ്യൻ കരഞ്ഞാൽ ഈ തടിച്ചുകൂടിയ സദസ്സ് മുഴുവനും അനുഗ്രഹിക്കപ്പെടും. ഇതുകൊണ്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉപദേശിക്കാൻ കാരണം. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കണ്ണീരൊലിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫഇന്നഹു ബലഗനാ അന്നൽ ബാക്കിയ മിൻ ഖശിയത്തില്ലാ മർഹൂമു യൗമൽ ഖിയാമ, കരഞ്ഞോൻ ഒരിക്കലും നഷ്ടപ്പെടില്ല, അവന് ഖിയാമത്ത് നാളിൽ അനുഗ്രഹം കിട്ടും. നീ കരഞ്ഞോ, ശക്തമായിട്ട് കരഞ്ഞോ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അത് തന്നെയാണ് ഇമാം ബൂസീരി പറഞ്ഞത്. ഇമാം ബൂസീരിയെ നമുക്കൊന്ന് പരാമർശിക്കാതിരിക്കാൻ വയ്യ.
ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലവാ അത്ഫഅത ഹർറ ലവാ മിൻ വിർദിഹ ശബിലി. ഉറക്കെ മൗലായ സ്വല്ലി വസൽ. ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് അങ്ങകലെ നിന്ന് മദീനയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തുനബി, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നരകം, അതിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സലാമത്താക്കി തരണേ റഹ്മാനെ, ഞങ്ങളെ നീ സലാമത്താക്കി തരണേ റഹ്മാനെ. എന്തേ ഇമാം ബൂസീരി പറഞ്ഞത്? ഇമാം ബൂസീരി എന്തേ പറഞ്ഞത്? നബിതങ്ങളെ മദ്ഹ് ചെയ്തപ്പോൾ നബിതങ്ങളുടെ ഖുർആൻ പരാമർശത്തിൽ വന്നു. അപ്പോൾ അവിടെ പറഞ്ഞതാണ്, ഖുർആനിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അവിടെയാണ് പറയുന്നത്. ആ കെണ്ണികയിൽ തന്റെ കാവ്യസമാഹാരത്തിൽ പറഞ്ഞു, ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലവാ. നരകാഗ്നിയുടെ ചൂട് ഭയന്നിട്ട് ഒരാൾ ഈ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്താൽ, ഇൻ തതുലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലവാ. നേരത്തെ ഓക്കെ ഉസ്താദ് കരയുന്നത് ഞാൻ പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ പലരും, അല്ലെ സാധാരണക്കാർ പോലും ഖുർആൻ ഓതി കരയാറുണ്ടാകും. കരയണം. അതാ നബി പറഞ്ഞത്, ഫഇല്ലം തബ്കൂ ഫതബാകൂ. കരച്ചില് വരുന്നില്ലേ? ഫതബാകൂ, നിങ്ങൾ ഉണ്ടാക്കി കരയണം. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉണ്ടാക്കി കരഞ്ഞോ അതും നഷ്ടത്തിലാകൂല. ആ രൂപത്തിലാണ് കഥയുള്ളത്. അപ്പൊ നരകാഗ്നിയുടെ ചൂട് ഭയന്നിട്ട് നരക പരാമർശങ്ങൾ നടത്തുന്ന ആയത്തുകൾ ഓതുമ്പം കരഞ്ഞാൽ, നീ കരയുകയാണെങ്കിൽ അത്ഫഅത ഹർറ ലവാ മിൻ വിർദിഹ ശബിബി. ആ ഖുർആനിന്റെ തണുത്തുറഞ്ഞ പാനപാത്രങ്ങളെ കൊണ്ട് നിനക്ക് നരകത്തിന്റെ ചൂടണക്കാൻ കഴിയും. അത്ഫഅത ഹർറ ലവാ മിൻ വിർദിഹ ശബിബി. അതിനാ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞത്. മൂമിനെ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതണം എന്ന് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്റെ മൂമിനീങ്ങൾ അതൊരു ചിട്ടയായി എടുക്കാൻ. ഖുർആൻ ഓതിയാ നിങ്ങൾക്ക് നഷ്ടം വരൂല. നാളെ പരലോകത്തല്ല നിങ്ങളെ സലാമത്താക്കി തരും. പഠിച്ചവനെ, നമ്മുടെ മാതാപിതാക്കൾ ഖബറിലാണ്. പാവപ്പെട്ട സാധുവായ എന്റെ പിതാവ് ഖബറിലാണ്. നിങ്ങളുടെയൊക്കെ പലരുടെയും പിതാക്കന്മാര് ഖബറിലായിരിക്കും. വളരെ ചെറുപ്പത്തിൽ എന്നെ വിട്ടുപിരിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിലൊക്കെ പലരെയും വളരെ ചെറുപ്പത്തിൽ വിട്ടുപിരിഞ്ഞ മാതാക്കൾ ഉണ്ടാകും. അതുപോലെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ പ്രായമായി പോയവരുണ്ടാകും. എല്ലാം ഉണ്ടാകും. ഏതാവട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ അദാബിനെ തൊട്ട് സലാമത്താക്കട്ടെ. പഠിച്ചോനെ, നാളെ ഹിസാബ് കഴിഞ്ഞ് ഞങ്ങളെ നീ സ്വർഗ നരക വിഭജനം നടത്തുമ്പോൾ, ഞങ്ങളെ വാപ്പമാരെ ഞങ്ങൾ സ്വർഗത്തിൽ പോയി അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് ഞങ്ങളെ അന്വേഷിക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാത്ത ഒരു ദുര്യോഗം നീ ഉണ്ടാക്കരുത് അല്ലാ, നീ ഉണ്ടാക്കരുത് അല്ലാ. ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നത് പോലെ, വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം എന്ന് പറഞ്ഞതുപോലെ കുടുംബസമേതം സ്വർഗത്തിൽ ഒത്തുകൂടി മലക്കുകളുടെ സലാം മടക്കി അവരുടെ അനുമോദനങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. സഹോദരാ, ഇങ്ങനെയാണ് സംഗതിയുള്ളത്. എല്ലാ മഹാന്മാരും ഈ ഗൗരവ നിമിഷം ഭയപ്പെട്ട് കരഞ്ഞവരാണ്. ആ രംഗം ഭയപ്പെട്ട് കരയാത്തവരാരുമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്നായത്തോതുമ്പോഴേക്ക് എന്തേ അവരുടെ മനസ്സുകൾക്ക് ഇനിയും അള്ളാഹുവിനെ പേടിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കുന്ന ആയത്തോതുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പൊട്ടി കരഞ്ഞിട്ട് ഹത്താ യബുല്ല ലിഹിയതഹുൽ ബുകാ, കണ്ണീരുകൊണ്ട് അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളെ നനച്ചു കുതിർത്തിരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയും, ബലാ യാ റബ്ബി ബലാ യാ റബ്ബി ബലാ യാ റബ്ബി അലം യഅനിൽ ലദീന ആമനൂ
എന്തേ അപ്പോളാർക്ക് സമയമായില്ലേ? അള്ളാനെ ഓർത്ത് അവരുടെ ഹൃദയങ്ങൾ നൊമ്പരപ്പെടാൻ, പേടിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോ കുറെ കരയും. കരഞ്ഞിട്ട് പറയും ബലായാ റബ്ബി, ബലായാ റബ്ബി. അതാ റബ്ബേ ഞാൻ കരഞ്ഞത്, ഞാൻ ഒരുക്കമാണ്, നിന്നെ പേടിക്കാൻ ഒരുക്കമാണ്. ദിവസത്തിൽ എന്തെങ്കിലും ഒരു തവണ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തവണ ഇങ്ങനെ ഒരു ചൂടുള്ള കണ്ണീര് നമുക്ക് വീണിട്ടുണ്ടോ? മകളെ കെട്ടിച്ച കടം തീരാത്തതിന്റെ പേരിൽ എത്ര ദിവസം കണ്ണീര് തോരാതെ കരഞ്ഞു നമ്മൾ. ഒരു ചെറിയ പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരിൽ എത്ര ദിവസം കരഞ്ഞു സഹോദരാ നമ്മൾ. എന്തേ നമ്മൾ എന്നേക്കുമായുള്ള ഈ തോൽവിയെ കുറിച്ച് ഓർത്ത് കരയാത്തത്? ഇത് നമുക്ക് നഷ്ടമല്ലേ? നമുക്ക് വരാനുള്ള ഏറ്റവും വലിയ നഷ്ടമല്ലേ ഇത്? സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം ഇതുതന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു നമ്മളെ പാടി പഠിപ്പിച്ചു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, കരഞ്ഞോ? കരയണം. കരയേണ്ടത് ഇവിടെ തന്നെ നടക്കൂ. നാളെ നിങ്ങൾ പരലോകത്ത് എന്ന് കരയാമെന്ന് വെച്ചാൽ നടക്കില്ല. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇബ്ഖൂ, നിങ്ങൾ കരയാ. ഫഇല്ലം തബ്ഖൂ ഫതബാഖൂ, നിങ്ങൾ കരഞ്ഞിട്ടിൽ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാഖൂ, നിങ്ങൾ ഉണ്ടാക്കി കരയണം. എന്താണിത് പറയാൻ കാരണം? അള്ളാന്റെ റസൂല് തന്നെ കാരണം പറയുന്ന, ഫഇന്ന അഹ്ലന്നാരി യബ്ഖൂൻ, ദുനിയാവെന്ന് കരയണം. കരഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഫഇന്ന അഹ്ലന്നാരി യബ്ഖൂൻ, നരകത്തിലെത്തിയാൽ ഞങ്ങളൊക്കെ കരയും. ഇവിടുന്ന് കരയാനാകൂലെങ്കിലേ നരകത്തിലെത്തിയാ കരയും. അവിടെ എത്തി കരഞ്ഞിട്ട് നടക്കൂല. അവിടെ എത്തി കരഞ്ഞിട്ട് രണ്ടാമത് ദുന്യാവിൽ വന്ന് കരഞ്ഞ് നരകം മോചിപ്പിക്കാൻ കഴിയൂല. ഇപ്പൊ നോക്കിക്കോ കരയാൻ. നരകത്തുനിന്ന് എല്ലാരും കരയും. ഏത് കണ്ണീര് പൊട്ടാത്തവനും കണ്ണീര് വരും. ഹത്താ തസീറ ഫീ വുജൂഹിഹിമുൽ ജദാവിൽ, അവരുടെ മുഖത്ത് കണ്ണീർ പുഴകൾ തന്നെ ഉണ്ടാകും. തോടുകള്, കണ്ണീർ ചാലുകൾ തീർക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, കരഞ്ഞ് 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 അവസാനം ഒലിക്കാൻ കണ്ണീരില്ലാതെ പോകും. അശ്രുഗണങ്ങൾ തീർന്നു പോകും, കണ്ണീര് തീർന്നു പോകും. അങ്ങനെ അവസാനം കണ്ണുകൾക്ക് ആ കണ്ണുകൾ വ്രണം പിടിക്കുന്നതാണ്. കണ്ണീരൊലിക്കാൻ വേണം. സങ്കടം വരുമ്പോ സുഖമായിട്ടൊന്നങ്ങ് കരയണം, കണ്ണീരൊലിക്കണം. അപ്പോഴേ സലാമത്ത് കിട്ടൂ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരായിട്ട് ആ ദുഃഖങ്ങൾ അങ്ങ് പെയ്തിറങ്ങണം. പക്ഷേ കണ്ണീരില്ലാതിരുന്നാൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാഴ്ച, അവന്റെ കണ്ണുകൾ വ്രണമാവുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എത്രത്തോളം നരകത്തില് നരകാവകാശികളൊക്കെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുമ്പോ ആ കണ്ണീർ ചാലുകൾ, തോടുകൾ, അവിടെ തീർത്ത കണ്ണീർ പുഴയില് നിങ്ങള് ആ മഹാസമുദ്രത്തില്, കണ്ണീർ മഹാസമുദ്രത്തില് നിങ്ങൾ കപ്പലിറക്കിയാൽ, കപ്പൽ അതിൽ നങ്കൂരമിട്ടാൽ അതുപോലെ ഒഴുകി ഒഴുകിയങ്ങ് പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, സഹോദരാ, എത്രയായിരിക്കും നരകത്തിലെ കണ്ണീർ? കാരണം കോടാനക്കോടി മനുഷ്യരുടെ കണ്ണീരുണ്ട്. കരയെന്ന് കരയെന്ന് കരയെ. അതുകൊണ്ട് ഇവിടുന്ന് കരയണം. നാളത്തെ ജീവിതത്തെ പേടിച്ചിട്ട് ഇവിടുന്ന് കരയാൻ നോക്ക്. എങ്കിലേ നമുക്ക് സലാമത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സലാമത്താക്കുമാറാവട്ടെ. പടച്ചവനെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. സഹോദരന്മാരെ, ഈ നരകത്തിൽ കടക്കുന്ന കുറെ ആളുകളെ പറ്റി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരകത്തിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങള് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ നരകത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ നരകത്തിലേക്ക് പോകാൻ
നരകത്തിലേക്കുള്ള ക്വാളിഫിക്കേഷനുകളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണോ? ചിന്തിക്കണം. നരകത്തിൽ പലരും കിടക്കുന്നുണ്ട്, എന്നാൽ ഹിസാബ് പോലുമില്ലാതെ നരകത്തിൽ കിടക്കുന്ന കക്ഷികളുണ്ട്. അവരാരാ? അത് പറയാം. അതൊരു പുതിയ സംഭവമാണ്. ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇമാം ഗസാലി പരിചയപ്പെടുത്തുന്നു, ഹിസാബില്ലാതെ നരകത്ത് പോകുന്നവരുണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് ഓടിക്കയറാൻ പറ്റുന്ന സജ്ജനങ്ങളുണ്ട് എന്നതുപോലെ ചോദ്യം പോലും ചോദിക്കേണ്ട ആവശ്യമില്ലാതെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ധാരാളം ആളുകളുണ്ട്. ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസാൻ, ഇമാം ഗസാലി പരിചയപ്പെടുത്തുന്നു, സിത്തത്തുൻ യദ്ഖുലൂനൻ നാറ ഖബല അൽ ഹിസാബി ബിസനാ. സിത്തത്തുൻ യദ്ഖുലൂനൻ നാർ. 6 ആള് നരകത്തിൽ കടക്കുന്നതാണ്. 6 ആള് നരകത്തിൽ കടക്കും. സിത്തത്തുൻ യദ്ഖുലൂനൻ നാർ. 6 ആള് നരകത്തിൽ കടക്കും. ഖബല അൽ ഹിസാബി ബിസന. ഹിസാബ് നടക്കുന്നതിന്റെ 1 കൊല്ലം മുമ്പ്. കണക്ക് ചോദ്യമൊക്കെ പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഇവല് കടന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാരാന്നൊന്ന് അറിയണമല്ലോ. ഹിസാബില്ലാതെ സ്വർഗത്ത് പോണ കക്ഷികളെ നമ്മൾ കേൾക്കാറുണ്ട്, സജ്ജനങ്ങളെ. എന്നാൽ ഹിസാബില്ലാതെ ആരാപ്പ ഈ നരകത്തേക്ക് പോവുക? അള്ളാന്റെ റസൂൽ പറഞ്ഞു, 6 ആള് ഓരോട് ചോദിക്കാൻ പോലും നിൽക്കില്ല, കാണുമ്പോഴേക്ക് പിടിച്ച നരകത്തിലേക്ക് എറിയും. ആ 6 ആളുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടോന്ന് പരിശോധിക്കാനാ അത് പറഞ്ഞുകൊണ്ടുവരുന്നത്. ആരൊക്കെയാണ്? ഖീല യാ റസൂലല്ലാഹ് മൻ ഹും. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ? ആ 6 ആള് പറഞ്ഞു തരണം. കണക്ക് ചോദ്യം പോലുമില്ലാതെ നരകത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന 6 ആള് ആരാണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖാല അൽ ഉമറാഉ ബിൽ ജൗർ വൽ അറബു ബിൽ അസബിയ്യ വദ്ദഹാഖീനു ബിൽ തകബ്ബുർ വത്തുജാറു ബിൽ ഖിയാന വഅഹ്ലുർ റുസ്താഖി ബിൽ ജഹാല വൽ ഉലമാഉ ബിൽ ഹസബി. സുബ്ഹാന മൻ ജല്ല ജലാലു. നല്ല കടുപ്പമുള്ള വിഷയമാണ്. 6 ആള് ഹിസാബില്ലാതെ നരകത്തിൽ പോകാൻ. ഹിസാബ് എടുക്കുന്നതിന്റെ 1 കൊല്ലം മുമ്പ് പോകും. ആരാണെന്നറിയോ? ഒന്ന് അൽ ഉമറാഉ ബിൽ ജൗർ. ഭരണാധികാരികൾ അനീതി കാരണമായിട്ട്. അൽ ഉമറാഉ ബിൽ ജൗരി. ഭരണാധികാരികൾ അനീതി കാരണമായിട്ട്, അക്രമം കാരണം അവര് നരകത്തിൽ പോകും. ഹിസാബ് പോലും ഉണ്ടാവില്ല. ഉമറാ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ പറഞ്ഞാൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവണോ? ഒന്നും വേണ്ട. അമീർ അതിന്റെ ബഹുവചനാണ് ഉമറാ, നേതാക്കന്മാര്. വൽ ഉമറാഉ ബിൽ ജൗർ. അപ്പൊ നേതാവ് തന്റെ അനുയായിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവകാശം, ഇവൻ അവകാശപ്പെട്ടത് വെട്ടി മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നല്ല, തന്റെ അനുയായിയോട് കാണിക്കേണ്ട നീതി പുലർത്തിയില്ലെങ്കിൽ നേതൃസ്ഥാനം കൈയാളുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണരംഗത്ത് എല്ലാ സ്ഥലത്തും വരും ഇത്. നാട് ഭരിക്കുന്നിടത്ത് മാത്രമല്ല, സംഘടന ഭരിക്കുന്നിടത്ത് വരും. അതുപോലെ തന്നെ എല്ലാ ഭരണത്തിലും വരും. വീട് ഭരിക്കുന്നിടത്ത് വരും. വല്ലുമറാഉ ബിൽ ജൗർ. നമ്മളൊക്കെ പലപ്പോഴും നല്ലോണം ആവേശം കൊള്ളാറുണ്ട്. ഞാൻ അവിടെ പ്രസിഡന്റാണ്, ഇവിടെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ്. എന്നാൽ ബാധ്യതകൾ കൂടുകയാണ്. വല്ലുമറാഉ ബിൽ ജൗർ. നേതാക്കന്മാര് അനീതി കാണിച്ചാൽ, അതേ സമയത്തോ നീതി കാണിച്ചാൽ അവർക്ക് വലിയ പ്രതിഫലവുമാണ് കിട്ടാൻ പോകുന്നത്. അത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീതി കാണിച്ചാൽ ആ അമീറിന് വലിയ നേട്ടമാണ് കിട്ടാനുള്ളത്. അള്ളാഹു സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി നേതൃത്വം നൽകാൻ, സത്യത്തെ ഒരിക്കലും കുഴിച്ചു മൂടാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാ ഭരണാധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കണം. വൽ ഉമറാഉ ബിൽ ജൗർ. അനീതി കാരണം നേതാക്കന്മാര്, ഭരണാധികാരികൾ നരകത്തിൽ കടക്കും. വൽ ഉമറാഉ ബിൽ ജൗർ. ഭരണതരത്തിൽ കസേരയിലിരിക്കുന്ന പലരും ശ്രദ്ധിക്കേണ്ടതാണ്. അവകാശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിക്കുക, വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെട്ടുക, ഇതൊക്കെ നല്ലോണം കരുതേണ്ട വിഷയമാണ്.
വൽ അറബു ബിൽ അസബിയ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു പക്ഷപാതിത്വം കാരണം അറബികളും നരകത്തിൽ കടക്കും. വൽ അറബു ബിൽ അസബിയ. പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയേണ്ടത്? അസബിയത്ത് എന്താ? വർഗീയത. വർഗീയത കാരണമായി വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവനും വർഗീയത വിളിച്ചുകൂവിയവനും വർഗീയതയ്ക്ക് വേണ്ടി അധ്വാനിച്ചവനും വർഗീയതയ്ക്ക് വേണ്ടി മരിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ സ്വഭാവം എന്താ ഈ വർഗീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും കൂടെ ആ വിഷയത്തിൽ തെറ്റു തിരുത്തി മനസ്സിലാക്കണം. എന്താ വർഗീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസബിയത്ത്. ഞമ്മന്റെ ആളാണെങ്കിൽ എന്ത് അനീതിക്കും കൂട്ടു നിൽക്കുക, ഇതാണ് വർഗീയത. ഞമ്മന്റെ ആളാണെങ്കിൽ എന്ത് അനീതിക്കും കൂട്ടു നിൽക്കുക. കാരണം എന്റെ സ്വന്തം പാർട്ടിയാണ്. പാർട്ടിയാധിപത്യം കാണിക്കുക, പാർട്ടിയാധിപത്യം കയ്യിലെടുത്ത് ഞമ്മന്റെ ആളുകൾ എന്തു തോന്നിവാസം ചെയ്താലും രക്ഷിക്കുക. ഇത് അറബികളിൽ പക്ഷപാതിത്വം കൂടുതലായതുകൊണ്ടാണ് റസൂലുള്ളാഹി വൽ അറബു ബിൽ അസബിയ എന്ന് പറഞ്ഞത്. വൽ അറബു ബിൽ അസബിയ. നബി തങ്ങളോട് ചോദിച്ചു വൽ അസബിയത്തു യാ റസൂലല്ലാഹ്, എന്താണത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു വേണ്ടാത്തരത്തിന് നിന്റെ കൗമിനെ നീ സഹായിക്കലാണ്. വേണ്ടാത്തരം ചെയ്യാൻ നിന്റെ കൗമിനെ നീ സഹായിക്കുന്നതിനാണ് അസബിയത്ത് എന്ന് പറയുക. അതുകൊണ്ട് നല്ലോണം കരുതണം. നമ്മൾ ഒരിക്കലും സ്വന്തം എന്റെ ആളാണെന്ന് കരുതി തിന്മക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ഞമ്മന്റെ ആള് എന്ത് വഷളത്തരം പറഞ്ഞാലും അത് താങ്ങിക്കൊണ്ട് നടക്കാൻ പാടില്ല. വൽ അറബു ബിൽ അസബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാഠമാണ് കേട്ടോ. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നില്ലേ? ഉസാമത്ത് റളിയല്ലാഹു അൻഹു വന്നു. എന്താ പ്രശ്നം? ബനു മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് മോഷ്ടിച്ചപ്പോ അവളുടെ കൈ കൊത്തരുത്. അന്ന് മോഷ്ടിച്ച പെണ്ണിന്റെ കൈ കൊത്തലാണെന്നും ഇന്നും നിയമം. ആ നിയമം ഒന്ന് ലഘൂകരിക്കാൻ, തറവാട്ടുകാരിയാണല്ലോ നബിയെ, ഒന്ന് ലഘൂകരിച്ചുകൂടെ, ഞങ്ങളെ കുടുംബമല്ലേ എന്ന് പറഞ്ഞ് റെക്കമെന്റിന് വന്നപ്പം നബി തങ്ങളുടെ മുഖമങ്ങ് വിവരണമായി. അവിടുന്ന് അല്പം ഗൗരവത്തിന് ചോദിച്ചു, പടച്ച റബ്ബിന്റെ ശക്തമായ ആക്ടുകളിൽപ്പെട്ട ഒരാക്ടിൽ എന്റെ അടുത്ത് റെക്കമെന്റ് പറയാനെത്തിയതാണോ ഉസാമ നീ? നടക്കൂല കേട്ടോ, നടക്കൂല. പടച്ച റബ്ബ് സാക്ഷിയാണ്. ലൗ അന്ന ബിൻതി ഫാത്തിമത സറഖത്, എന്റെ മോള് ഫാത്തിമയാണ് കട്ടതെങ്കിൽ ഫാത്തിമതു ഖിതാഅത്തും മിന്നി, ഫാത്തിമയുടെ കരളിന്റെ കഷ്ടമാണെന്നല്ലേ ഞാൻ പറയാറുള്ളത്. എത്ര കൃത്യമായി എത്ര സ്നേഹപൂർവമാണ് എന്റെ മകളെ ഞാൻ അവതരിപ്പിക്കാറുള്ളത്. ആ മകള് കട്ടു എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ലഖതഅതു യദഹ, നീട്ടിവെക്ക് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിന്ന് നീട്ടിവെച്ചിട്ട് ഞാൻ കൊത്തിക്കളയും, മനസ്സാക്ഷി കുത്തില്ലാതെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിയാ പഠിപ്പിക്കുന്നത്. വൽ അറബു ബിൽ അസബിയ. നബി തങ്ങൾക്ക് ഞമ്മന്റെ ആളുകൾ അവരുടെ ആളുകൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കണ്ടില്ലേ നിങ്ങൾ? നീതിയും നിയമമൊക്കെ നടപ്പിലാക്കുന്ന പറയുന്നവർ ഞാൻ അങ്ങോട്ട് കയറിയാ കാണിച്ചു കൊടുക്കാം, എല്ലാം കയ്യാമം വെപ്പിച്ച് നടത്തിക്കുന്നു പറയും. കയറിക്കഴിഞ്ഞാൽ ഒരനക്കവുമില്ല. കാരണം എന്താ? ഞമ്മന്റെ ആളുകൾ അതിന്റെ മുമ്പ് നടത്തണം. അതുകൊണ്ട് ഒരനക്കവുമില്ലാതെ ഇരിക്കുന്നു. ഇതാ നമ്മൾ കാണുന്ന ചിത്രം. ആലോചിക്കുക. വൽ അറബു ബിൽ അസബിയ. പക്ഷപാതിത്വം അരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് നരകത്തിൽ കടക്കാനുള്ള കാരണമാണ്. സ്വന്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക, സ്വന്തക്കാർക്ക് വേണ്ടി. അതെന്ത് തോന്നിവാസവും ആവാമെന്ന് ഒരിക്കലും ഉണ്ടാവരുത്. ഇനി പറയുന്നത് മൂന്നാമത്തെ ആള് മൂന്നാമത്തെ വിഭാഗം. 6 വിഭാഗാ പറഞ്ഞത്. നാട്ടുമൂപ്പന്മാർ അഹങ്കാരം കൊണ്ട് നരകത്തിൽ കടക്കും. എല്ലാ നാട്ടിലും ഉണ്ടാകും കുറച്ച് തറവാട്ടുകാര്. നല്ലോണം ആലോചിച്ചോ. നിങ്ങളുടെ മസിൽ കാണിച്ച് മറ്റുള്ളവരെ തച്ചൊതുക്കുന്നവരുണ്ട്. കുടുംബ മഹിമ പറഞ്ഞല്ലേ? നിങ്ങളെ കുടുംബത്തിൽ ഒരാൾ വേണ്ടാത്തരം ചെയ്താൽ അവൻ വ്യഭിചരിച്ചതായിരിക്കാം കേസ്, അവൻ കട്ടതായിരിക്കാം കേസ്. അവനെ ഒരാൾ അടിച്ചാൽ കുടുംബസമേതം വന്ന് തച്ചങ്ങ് തകർത്തങ്ങ് പോകുക. ഞങ്ങൾ തറവാട്ടുകാരാണെന്ന മേനി. നാട്ടുമൂപ്പന്മാര് നരകത്തിലാണ്. കിബുറുള്ള നാട്ടുമൂപ്പന്മാർ, അഹങ്കാരം തലക്ക് പിടിച്ച നാട്ടുമൂപ്പന്മാരുണ്ടാവാൻ പാടില്ല. നമുക്ക് സ്വാധീനമുണ്ട് എന്ന് കരുതി, 10 കാശുണ്ടെന്ന് കരുതി സാധുക്കളെ തല്ലി തകർക്കേ. ഖാറൂൻ മുതലാളി സമ്പത്തിന്റെ തണ്ടിൽ ഞെളിഞ്ഞിട്ടെന്തായി? ഫറോവ ഞെളിഞ്ഞിട്ടെന്തായി? അവരെയൊക്കെ അല്ലാഹു എന്തു ചെയ്തു? നമുക്ക് പാഠമല്ലേ?
നാട്ടുമൂപ്പന്മാർ അഹങ്കാരം കാരണം നരകത്തിൽ പോകും. അപ്പൊ ദാതകൾ ശ്രദ്ധിക്കണം, പോക്കിരി വർഗം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട് കുറെ പോക്കിരികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അവരൊക്കെ പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. അനീതിക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്യരുത്. നീതിക്ക് വേണ്ടി ചില സ്ഥലത്ത് ചെയ്യേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ധീരതയാണ്. അല്ലാഹു ബിസൈ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദിലാണ്, നീതിയാണ്. ഇതുകൊണ്ടാണ് മഹാന്മാരായ കവികൾ പറഞ്ഞുപോയത്, സുദ്ദീഖ് നഹീതോ സദാഖത്ത് നഹി, ഉമർ നഹീതോ അദാലത്ത് നഹി, ഉസ്മാൻ നഹീതോ സഹാബത്ത് നഹി, അലി നഹീതോ ഷജാഅത്ത് നഹി. സുദ്ദീഖ് ഇല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം ഈ ലോകത്തൊരാൾക്ക് പഠിക്കാൻ കഴിയൂലായിരുന്നു. സുദ്ദീഖ് ഇല്ലെങ്കിൽ സദാഖത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നിഷ്കളങ്കമായ സൗഹൃദം എങ്ങനെയാണെന്ന് കാണിച്ചു തന്നത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് സുദ്ദീഖാണ്. ഉമർ നഹീതോ അദാലത്ത് നഹി, ഉമറില്ലെങ്കിൽ നീതിയില്ല. ഉസ്മാൻ നഹീതോ സഹാബത്ത് നഹി, ഉസ്മാൻ ഇല്ലെങ്കിൽ ധർമ്മമില്ല. അലി നഹീതോ ഷജാഅത്ത് നഹി, അലി ഇല്ലെങ്കിൽ ധീരതയില്ല. ഓരോരുത്തരെയും അവരവരെ എടുത്തു കാണിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് പാടിയതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അഹങ്കാരം തലക്കു പിടിച്ചവരാവാൻ പാടില്ല. അത് അധികവും ഉണ്ടാകൽ നാട്ടുമൂപ്പന്മാരുടെ കയ്യിലാണ്. നോക്ക് നിങ്ങൾ, നാട്ടിലെ കാരണവർക്കെതിരെ ഉസ്താദ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പലിശക്ക് കൊടുക്കുന്നത് സെക്രട്ടറിയുടെ ജ്യേഷ്ഠനാ, പ്രസിഡന്റിന്റെ ജ്യേഷ്ഠനാ. പലിശക്ക് കൊടുക്കുന്നതിലെ അനുജനാണ്. ഉസ്താദ് പലിശക്കെതിരെ വയത് പറഞ്ഞാൽ കുടുംബം ഒന്നിച്ചു. ഉസ്താദിനെ തല്ലി ഓടിക്കാൻ അവര് തയ്യാറാണ്. ഇതാണ് ഈ കണ്ടുവരുന്നത്. അഹങ്കാരം തലക്കു പിടിക്കുന്നത് കാരണം നാട്ടുമൂപ്പന്മാര് നരകത്തിൽ പോകും. പിന്നെ പറഞ്ഞത് ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. വഞ്ചന കാരണം ബിസിനസ്സുകാര് നരകത്തിലാണ്, കച്ചവടക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഷെയർ ബിസിനസ്സുകളുടെ കഥകളെ കുറിച്ച്. എല്ലാറ്റിനെയും വിമർശിച്ചതല്ല, എന്നാൽ കച്ചവടം നടത്തുക എന്ന് പറഞ്ഞത് നല്ല നിലക്കാണെങ്കിൽ വളരെ ഉത്തമമായ ഏർപ്പാടാണ്. കച്ചവടക്കാർ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കിത് കേൾക്കുമ്പോൾ വലിയ വിഷമായിരിക്കും. പഠിച്ചോനെ, കച്ചവടത്ര മോശപ്പെട്ട ഒരു പണിയാണോ? വഞ്ചനയും തട്ടിപ്പുണ്ടാകുമ്പോഴാ? അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കച്ചവടക്കാര് നല്ല നിലക്കാണെങ്കിൽ, ഹക്കോടെ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നബി തങ്ങൾ പറയുന്നു, അത്താജിറു സ്വദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ മഅൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാ, സത്യസന്ധമായി കച്ചവടം നടത്തുന്നവർ പേടിക്കണ്ട. അവരംബിയാക്കളുടെ കൂടെയാണ്, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ് നാളെ പരലോകത്ത് വരാനിരിക്കുന്നതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ കച്ചവടം മോശപ്പെട്ട പണിയല്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. ഈ ഹറാമ് വന്ന് ചേരുമ്പോഴാ ഇതിന് കുഴപ്പം. വഞ്ചനയും തട്ടിപ്പും വരുമ്പോഴാ കുഴപ്പം. എന്നാൽ ഇന്ന് നടക്കുന്ന ഒട്ടുമുക്കാൽ കച്ചവടങ്ങളും 99% കച്ചവടങ്ങളിൽ തട്ടിപ്പും വെട്ടിപ്പുമാണ്. തട്ടിപ്പും വെട്ടിപ്പുമില്ലാത്ത മേഖലകളില്ല. എല്ലായിടങ്ങളിലും കൃത്രിമങ്ങൾ കൂടുകെട്ടി താമസിക്കുകയാണ്. ഇത് വലിയ അപകടം ചെയ്യും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ജനങ്ങൾ കച്ചവടം നടത്തുന്നത് കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു, യാ മഅ്ശറത് തുജാർ, ഓ കച്ചവടക്കാരെ. മാർക്കറ്റിലൂടെ പോവുകയാണെന്ന് അർത്ഥം. മാർക്കറ്റിലൂടെ അങ്ങ് നീങ്ങുകയാണ്. മാർക്കറ്റിലൂടെ പള്ളിയിലേക്ക് അങ്ങ് പോകുമ്പോ കച്ചവടക്കാരെ നബി തങ്ങൾ വിളിക്കാൻ, യാ മഅ്ശറത് തുജാർ, ഓ കച്ചവടക്കാരെ. ആ സംബോധന കേട്ടപ്പോ ഫസ്തജാബൂ ലിറസൂലില്ലാഹ് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ് വറഫഉ അഅനാഖഹും വഅബ്സാറഹും ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ തലയും കണ്ണുമൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എടുത്തു. അവർ റസൂലുള്ളാഹിനെ അങ്ങനെ നോക്കി, എന്തേ നബിയെ, നിങ്ങൾ ഞങ്ങളെ വിളിച്ചോ നബിയെ? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അതെ വിളിച്ചു. ഒരു കാര്യം പറയാനാണ്. ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുത്സാറാ.
നേരത്തെ നബി പറഞ്ഞത് എന്റെ കച്ചവടക്കാര് സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ കൂടെയാണ് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞതോ പിന്നെ കച്ചവടക്കാര് പുനർജന്മം നൽകപ്പെടുന്നത് അവർക്ക് എങ്ങനെയാണെന്നറിയോ? ഖിയാമത്ത് നാളിൽ ഇന്ന തുജാറ, ഇവിടെ നിങ്ങൾ തുജാറാണ്. താജിർ എന്നതിന്റെ ബഹുവചനാണ് തുജാർ. ഇവിടെ നിങ്ങളെ പേര് തുജാറാണ്. അപ്പൊ കച്ചവടം മര്യാദക്കാണെങ്കിൽ നല്ല കാര്യം, മര്യാദക്കല്ലെങ്കിലോ വളരെ വൃത്തികെട്ട സംഗതിയാണ്. എന്നാഞ്ഞ് എത്ര ശ്രദ്ധിച്ചാലും കച്ചവടക്കാർക്ക് അങ്ങനെ ഒരു സമാധാനവും കൂടി ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് വല്ലാത്തൊരു അക്രമായി പോകും. അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത്. എത്ര ശ്രദ്ധിച്ചാലും വരൂലേ? നല്ലോണം തക്കുവയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുടെ കച്ചവടത്തിലും അധികപ്പറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് തിരുത്തപ്പെടാൻ വല്ല മാർഗമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, എത്ര തന്നെ ശ്രദ്ധിച്ചാലും കച്ചവടത്തിൽ വരുന്ന ചില അല്ലറ ചില്ലറ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ, അത് പരിഹരിക്കപ്പെടാൻ റസൂലുള്ളാഹി തങ്ങൾ മാർഗം പറയുന്നു. ആരാ പറയുന്നത്? ഖൈസ് ഇബ്നു അബീ ഖറസ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, കുന്നാ നബീഉ ബിൽ ബഖീഅ്, ഞങ്ങൾ ബഖീഅ് മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫഅതാനാ റസൂലുള്ളാഹി, മുത്തുനബി ഞങ്ങളുടെ അടുത്ത് വന്നു. വകുന്നാ നുസമ്മ സമാസിറ, അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട്, സമാസിറത്ത് എന്നാ ഞങ്ങളെ വിളിക്കല്. സമാസിറത്ത് എന്ന് പറഞ്ഞപ്പോ എന്താ അതിന്റെ അർത്ഥം? കൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, ഇടനിലക്കാർ, കയറ്, ബ്രോക്കർ എന്നൊക്കെ പറയും. അതാണ് സമാസിറത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട സാധനം അത് അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് എത്തിച്ചു തരാനുള്ള അതിന്റെ ഇടയിലുള്ള ഇടനിലക്കാരനാണ് കച്ചവടക്കാരൻ. അപ്പൊ അന്ന് അവര് സമാസിറത്ത് എന്ന് അങ്ങനെ നബി ഞങ്ങൾക്ക് പേരിട്ടു. ബിസ്മിൻ ഹുവ ഖൈറും മിനസ്മിന, ഞങ്ങൾക്ക് നേരത്തുണ്ടായിരുന്ന പേരിനേക്കാൾ നല്ല ഒരു പേരിട്ടു, ഒരു മാന്യമായ പേര്. അപ്പോഴാണ് ഞങ്ങൾ കച്ചവടക്കാരായത്, അതിനു മുമ്പ് ബ്രോക്കർമാരായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പേര്. റസൂലുള്ളാഹിയാണ് ഞങ്ങൾക്ക് കച്ചവടക്കാര്, തുജാറ് എന്ന് പേരിട്ടത്. നല്ല പേര്. ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പൊ വിഷയം? അതൊന്നും അല്ല. വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇന്ന ഹാദൽ ബൈഅ, നിങ്ങൾ ഇന്ന് നടത്തുന്ന കച്ചവടം ഉണ്ടല്ലോ, യഹ്ദുറുഹുൽ ഹൽഫു വൽ കദിബു, ആ കച്ചവടത്തിൽ പലപ്പോഴും വന്നു ചേരും അൽ ഹൽഫു, കള്ളസത്യം, സത്യം ചെയ്യലും, വൽ കദിബു, കള്ളം പറയലും. അറിയാതെ എത്ര ശ്രദ്ധിച്ചാലും കള്ളസത്യവും കള്ളവും കടന്നു വരാതിരിക്കൂല. അല്ലെ? 2 ആഴ്ചയായിട്ടുണ്ടാകും മത്സ്യം പിടിച്ചിട്ട്, എന്നാലും ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കല്ലേ, പിടക്കണ മത്തി എന്നാ പറയുന്നത്. ഈ പരിപാടി എങ്ങനെയായാലും വ്യാജവും കള്ളവും കടന്നു വരാതെ നിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റൂല. എന്നാൽ നിങ്ങൾ ആ കുഴപ്പങ്ങളൊക്കെ തീർക്കാൻ സദഖ അതിനോട് മിക്സ് ചെയ്യുക. റസൂലുള്ളാഹി പറഞ്ഞു, അതിനോട് സദഖയെ കൂട്ടിക്കലർത്ത്. സദഖ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ ആ കലർപ്പങ്ങ് തെളിയും. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അങ്ങനെ പറയുമ്പോഴാണ് ഒരു സഹോദരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഉസ്താദേ, കുറെ ആളുകൾ അള്ളാഹുവിന്റെ ഉദാരതയിൽ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ ബിസിനസ്സിൽ പങ്കുള്ള ഒരാൾ, അദ്ദേഹം എല്ലാ മാസത്തിലും സലാത്തിന് പോകും. അപ്പോ സലാത്ത് കഴിഞ്ഞു വന്നാൽ ഇയാൾ ചെയ്യാത്ത ഒരു തമ്മാടിത്തുമില്ല, എല്ലാ വേണ്ടാത്തരും ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കേടോ, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്? അത് പ്രശ്നമല്ലടാ, അടുത്ത മാസം സലാത്ത് വരുന്നില്ല, എന്നാണ് പൊറപ്പിക്കാം. എന്നാൽ ഇതല്ല കേട്ടോ മുസ്ലിമീങ്ങളുടെ അവസ്ഥാനം. സലാത്തിന് മഹത്വമുണ്ട്, മഹാന്മാരുടെ ദുആക്ക് ഇജാബത്തുണ്ട്. പക്ഷേ അതിനായിട്ട് നടന്നാൽ അല്ലാഹു ഒരു പോയത്തക്കാരനല്ല. കാര്യം മനസ്സിലാക്കണം. മനഃപൂർവ്വം തെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അൽ മുസ്തഗ്ഫിറു ബിൽ ലിസാൻ അൽ മുസിറു അല ദംബി കൽ മുസ്തഹ്സിഇ ബി റബ്ബിഹി. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പോഴും തെറ്റ് ചെയ്യാം, തെറ്റ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റിൽ നിലകൃതിയായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കൽ മുസ്തഹ്സിഇ ബി റബ്ബിഹി, അത് തന്റെ റബ്ബിനെ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ്. കൽ മുസ്തഹ്സിഇ ബി റബ്ബിഹി, റബ്ബിനെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇനിയും ഇവിടെ നമുക്ക് പറയാനുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 3ാമത്തെ കൂട്ടമാണല്ലോ പറഞ്ഞത്. 4ാമത്തേതാ പറഞ്ഞത്. 5ാമത്തേത് വാഹുലുർ റുസ്താഖ് ബിൽ ജഹാല, ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന 5ാമത്തെ വിഭാഗം വാഹുലുർ റുസ്താഖ്.
ബിൽ ജഹാല വ അഹ്ലുർ റുസ്താഖ്. റുസ്താഖ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണ്. ഗ്രാമം റസാത്തേക്ക് ഭക്ഷണവും വെള്ളവും എന്തൊന്നും കിട്ടാത്ത ഉൾഗ്രാമങ്ങൾ, വേണ്ടത്ര നാഗരികതയില്ലാത്ത സ്ഥലങ്ങള്. എന്നാൽ നഗരപ്രദേശങ്ങളല്ല, ഗ്രാമപ്രദേശങ്ങളാണ്, കാട്ടുപ്രദേശങ്ങൾ. അവിടെ താമസിക്കുന്ന ആളുകൾ നരകത്തിൽ കടക്കും. എന്തായി കേൾക്കുന്നത്? വഅഹ്ലുർ റുസ്താഖ്, ഗ്രാമീണർ നരകത്തിൽ കടക്കും. എന്നാ പറഞ്ഞപ്പോ എന്താ വേണ്ടത്? എല്ലാവരും കൊണ്ട് ടൗണിക്ക് വീട് മാറ്റി. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം പറയുന്നുണ്ട്, വഅഹ്ലുർ റുസ്താഖി, ഗ്രാമീണര് നരകത്തിൽ കടക്കും. ബിൽ ജഹാല, വിവരദോഷം കാരണമായി. കാരണം പണ്ഡിതന്മാരെ തൊട്ട് അകന്നു ജീവിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർ കുറെ തെറ്റുകൾ ചെയ്യും. അത് തിരുത്തി കൊടുക്കാൻ ആളുണ്ടാകൂല. അതായി പറഞ്ഞത്. അല്ലാതെ ഗ്രാമവും നഗരവും ഒക്കെ കണക്കാ കുറെ കൂടെ സംസ്കാരം കീപ്പ് ചെയ്ത് ജീവിക്കാൻ കഴിയ ഗ്രാമത്തിലാ. അത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ പറഞ്ഞതെന്താ? പഠിക്കാൻ സൗകര്യമുണ്ടായിട്ട് പഠിക്കാത്തവര്, ഞാൻ പഠിച്ചില്ല, എനിക്ക് സൗകര്യം ഉണ്ടായില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റൂലട്ടോ. കാരണം ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ അത് സൗകര്യമാണ്. ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ആളുണ്ടെങ്കിൽ സൗകര്യമാണ്. അന്ന് പ്രത്യേകിച്ച് അറാബികളൊക്കെ കാട്ടുപ്രദേശത്താ താമസിച്ചിരുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതൊന്നും കേൾക്കണ്ട, വയതും കേൾക്കണ്ട, പ്രസംഗവും കേൾക്കണ്ട, അതിനൊന്നും വരാത്ത ആളുകൾ, ഞാൻ വിവരമില്ലാത്തവനാ, ഞാൻ എങ്ങനെങ്കിലും സലാമത്തായിക്കോളൂന്ന് കരുതണ്ട. വിവരമില്ലായ്മ കൊണ്ട് നരകത്തിൽ പോകും. പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും പഠിക്കാഞ്ഞാൽ, എന്നിട്ട് വേണ്ടാത്തരം കാട്ടിയാൽ. വഅഹ്ലുർ റുസ്താഖി ബിൽ ജഹാല സുബ്ഹാന മൻ ജല്ല ജലാലു. ആറാമത്തെ വിഭാഗത്തെ പറയാൻ എനിക്ക് ഭയമുണ്ട്. കാരണം സദസ്സിൽ എന്റെ കൂട്ടുകാരെ, എന്നെ പോലെയുള്ള പണ്ഡിതന്മാരാണ് സദസ്സിലുള്ളത്. ആറാമത്തെ വിഭാഗം ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്നത്. വൽ ഉലമാഉ ബിൽ ഹസദി, പണ്ഡിതന്മാര് നരകത്തിൽ പോകും. ബിൽ ഹസദി, അസൂയ കൊണ്ട് പണ്ഡിതന്മാര് നരകത്തിൽ പോകും. നേരത്തെ പറഞ്ഞ ആ ഒരു മറുവശം അവിടെയും വായിക്കുക, ബേജാറാവണ്ട. അസൂയ ഇല്ലെങ്കിൽ പണ്ഡിതന്മാരെ പോലെ ഉയർന്നവരില്ലല്ലോ. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അസൂയ പണ്ഡിതന് വരാതിരിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. അസൂയ പണ്ഡിതന്റെ കൂടെ നല്ലോണം ഉണ്ടാവുമെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അർത്ഥം? ഇത് വളരെ സത്യമല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതല്ലേ? ഒരാലിം ഉയരുമ്പോ മറ്റേ ആലിമിനത് കണ്ടുകൂടാ. അയാളെന്താ ചോദിക്കുന്നത്? അവൻ എന്റെയും താഴെ ക്ലാസ്സിലായിരുന്നില്ലേ പഠിച്ചിരുന്നത്? അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ച അയാളെന്താ അങ്ങനെ ഉയരാൻ? അയാൾക്കും ഞാനുമൊക്കെ ഒപ്പമല്ലേ ഓതിപ്പടിച്ചത്? എന്നിട്ട് അയാൾ ഇങ്ങനെ ആഗോളതലത്തിൽ ഉയരാൻ കാരണം എന്താ? എനിക്കും വേണ്ടേ അത്തരം ഉയർച്ചകളൊക്കെ? വൽ ഉലമാഉ ബിൽ ഹസദ്, പേടിക്കേണ്ട വിഷയമാണ്. എന്നല്ല, വലിയ വലിയ ആലിമീങ്ങളെ അസൂയമൂത്ത് അവരെ പിടിച്ചു കെട്ടാൻ ഇറങ്ങിയവർ ശ്രദ്ധിക്കണം. വൽ ഉലമാഉ ബിൽ ഹസദ്, നല്ലോണം പേടിക്കേണ്ട വിഷയമാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവര് പറഞ്ഞ വിഷയങ്ങളാണ്. നമുക്കിത് ഉറക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇമാം ഗസാലി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഹസദ് ഉണ്ടാകുക ബൈനൽ അഖ്റാനീൻ, സമകാലികർക്കിടയിലാണ്. ഏറ്റവും കൂടുതൽ ഹസദ് ഉണ്ടാവുക സമകാലികർക്കിടയിലാ. എന്റെ ഒപ്പം പഠിച്ചതല്ലേ, ഓനെ എത്ര ഉയർന്നാലും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോ ഇവൻ പറയാ, ഒക്കെ നമുക്കറിയാ, ആ വകുപ്പൊക്കെ നമുക്കറിയാ, ഞാനും അവനൊക്കെ ഒപ്പം പഠിച്ചതാ. ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവൻ ഉയർന്നു പോയിട്ടുണ്ടാകും, അള്ളാഹു ഉയർത്തിയിട്ടുണ്ടാവും. ഇപ്പറഞ്ഞവൻ അത് കാരണം നരകത്തിലേക്കങ്ങ് പോകും. അതുകൊണ്ട് ഇത് നല്ലോണം കരുതണം. ആ 6 വിഭാഗത്തെ ഒരൊറ്റ തവണയും കൂടെ ഒന്ന് കേൾക്കുക, നേരെ അതിന്റെ അർത്ഥം പറയാ. അൽ ഉമറാഉ ബിൽ ജൗർ, കുറിക്കുന്നവരുണ്ട്, അവർ ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ ശ്രദ്ധിക്കുക. അൽ ഉമറാഉ ബിൽ ജൗർ, അനീതി കൊണ്ട് നേതാക്കന്മാര്, അനീതി കാരണം നേതാക്കന്മാര് നരകത്തിൽ പോകും. ഹിസാബ് പോലുമില്ലാതെ നരകത്തിൽ പോകുന്നതാണ്. വൽ അറബു ബിൽ അസബിയ്യ, പക്ഷപാതിത്വവും വർഗീയതയും കാരണമായിട്ട് അറബികൾ നരകത്തിൽ പോകും. വദ്ദഹാഖീറു ബിത്തകബ്ബുർ, അഹങ്കാരം തലക്കു പിടിച്ചിട്ട് നാട്ടുമൂപ്പന്മാരും പോക്കിരികളും നരകത്തിൽ പോകും. വത്തുജാറു ബിൽ ഖിയാന, വഞ്ചന കാരണം തുജാർ, കച്ചവടക്കാർ, അവരും നരകത്തിൽ പോകും. വഅഹ്ലുർ റുസ്താഖി ബിൽ ജഹാല, വിവരദോഷം കാരണം അഹ്ലുർ റുസ്താഖ്, അഹ്ലുൽ ഖറിയ, ഗ്രാമീണർ,
സംസ്കാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെ മുസ്ലിയാരോട് സംസാരിക്കേണ്ടതെന്നറിയില്ല, ഉസ്താദിനോട് എങ്ങനെ, തങ്ങളോട് എങ്ങനെ, സാധാരണക്കാരനോട് എങ്ങനെ പെരുമാറേണ്ടത്, ഇതൊന്നും അറിയൂല. അപ്പൊ വിവരദോഷം കാണിക്കും. ഉലമാക്കള് അസൂയ കാരണം അവരും നരകത്തിൽ പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ നല്ലോണം പേടിക്കണം. ഇത്തരം വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കാൻ നല്ല പോലെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളോട് ഉണർത്തിയതാണ്, ഒറ്റ തവണയും കൂടെ പറയുന്നു, സമയം കഴിഞ്ഞു, ഒറ്റ തവണയും കൂടെ പറയുന്നു, സർവ്വ അശ്ലീലങ്ങളും വർജിക്കണം, സർവ്വ അശ്ലീലങ്ങളും വർജിക്കണം. അവർക്കേ നരകം ഹറാമാകൂ. അൽ ജന്നത്തു ഹറാമുൻ അലാ കുല്ലി ഫാഹിഷിൻ അയ്യദ്ഖുലഹാ. അശ്ലീലക്കാർ അവർ സ്വർഗത്തിൽ കടക്കല് ഹറാമാണ്, സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ അശ്ലീലം വർജിക്കുന്നവർക്കേ നരകം ഹറാമാകൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അശ്ലീലക്കാരെപ്പോഴും അവര് നരകത്തിൽ തന്നെയാണ്, അവര് നരകത്തിലേക്കുള്ളവരാണ് എന്ന് ഹബീബ് പറഞ്ഞെങ്കിൽ ഒന്ന് ശരിക്ക് ചിന്തിക്ക് സുഹൃത്തെ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇന്നലെ പറഞ്ഞു, ബ്ലൂടൂത്ത് വഴി എന്തെല്ലാം അശ്ലീലങ്ങളാണ് അങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലോണം പേടിക്കണം. നമ്മൾ വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത് എല്ലാം പേടിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും സലാമത്താക്കി തരട്ടെ. അർഹമുറാഹിമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെ നീ സലാമത്താക്കി തരണേ റഹ്മാനെ. അതേ രൂപത്തിൽ തന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് ഉണർത്താനുള്ളത്, നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ നരകത്തിൽ പോകാനുള്ള പ്രധാന കാരണമാണ്. സക്കാത്ത് കൊടുത്തു തീർക്കാനുള്ളവർ അത് കണക്ക് പോലെ കൊടുത്തു തീർക്കേണ്ടി വരും. സമ്പത്തിന്റെ സക്കാത്തും ശരീരത്തിന്റെ സക്കാത്തുമൊക്കെ ഈ റമദാൻ മാസത്തിൽ ശരിക്ക് കൊടുത്തു വീട്ടുക. എന്നാൽ ആ റമദാനിന്റെ പകലുകളിലും പാതിരാവുകളിലുമൊക്കെ നിങ്ങളുടെ വീട് തോറും കറങ്ങി വന്ന് നിങ്ങളോട് ഇവിടത്തെ വഹാബി പ്രസ്ഥാനങ്ങളും ബിദ്അത്തുകാരും വ്യതിയാന ചിന്താഗതിക്കാരും മുജ വിഭാഗങ്ങൾ അതുപോലെ തന്നെ തെറിച്ചു പോയ എന്നല്ല സമാധാനപൂർവ്വം ജീവിക്കണം എന്ന് പറയുമ്പോ വീണ്ടും വീണ്ടും ഇവിടെ വർഗീയതയും ഭീകരവാദവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ഉള്ളിൽ ബിദ്അത്ത് ഒളിപ്പിച്ചു വെച്ച പ്രവർത്തകർ, അവരും നിങ്ങളുടെ വീടാന്തരം കയറി വന്ന് സക്കാത്തിന്റെ മുതലാണെങ്കിൽ സക്കാത്തിന്റെ മുതൽ ഞങ്ങളെ ഫണ്ടിലേക്ക് എടുക്ക് എന്ന് പറയുന്നുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത്തരം സംഗതികളോട് ചേരാൻ പാടില്ല, അത്തരം സംഗതികളോട് സഹകരിക്കാൻ പാടില്ല. 10 പൈസ നമ്മൾ ഒരിക്കലും വേണ്ടാത്തരത്തെ 10 പൈസ കൊടുത്ത് സഹായിക്കാൻ പാടില്ല. നിങ്ങളെ സക്കാത്ത് അതുകൊണ്ടൊന്നും വീടില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു ശക്തമായി ശിക്ഷിക്കുമെന്ന ബോധമുണ്ടാകുന്നത് നല്ലതാണ്. എത്രയോ ആളുകൾ ഈ നരകം പേടിച്ച് ഭയന്നവരും കരഞ്ഞവരുമൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയവർ, വെള്ളം കുടിക്കാൻ മറന്നുപോയവരൊക്കെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഓർക്കുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ നരകം എല്ലാവരെയും ശരിക്കൊരു കുലുക്കം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ ഒരു ഉള്ളം ഇപ്പൊ കിട്ടിയ ആ ഭക്തിയിൽ ജീവിതം നന്നായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് പ്രവർത്തകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദിവസവും ദുആ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ നരകം പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊന്ന് ദ്വാരക്കാം. ആ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. കൂടുതൽ നേരം ദ്വാരം നിങ്ങളെ ചടപ്പിക്കൂല. പക്ഷെ ഉള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒന്ന് ദ്വാരക്കണം. ഇന്ന് തന്നെ നരകമോചനം നമുക്കും നമ്മളെ കുടുംബത്തിനും ഉറപ്പാവണം. അപ്പൊ അവിടെ ഇരിക്കുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും.